പൂർവികരാൽ ശിക്ഷിക്കുവാൻ അവിടുന്ന് മനസ്സായി. പൂർവികർ ചെയ്ത സകല പാപത്തിന്റെയും ശാപത്തിന്റെയും ഫലങ്ങളൊക്കെ അബോർഷൻ ചെയ്തവരും കുടുംബമൊക്കെ അനുഭവിക്കേണ്ടി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം, അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും, ഉദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടായിരിക്കത്തില്ല, ശിശുക്കളോട് അവർ ദയ കാണിക്കുകയുമില്ല. ഒരു ദയവില്ല, ഒരു കരുണയുമില്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ വധിച്ചവര്, ആ കുഞ്ഞിനെ കൊന്നവര്, ആ നിഷ്കളങ്ക രക്തത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആ നിഷ്കളങ്ക രക്തത്തിന് ഒരു സമാധാനം പറഞ്ഞേ മതിയാവത്തുള്ളൂ. അബോർഷൻ ചെയ്യരുത്, അബോർഷൻ ചെയ്യിക്കാൻ കൂട്ടുനിൽക്കരുത്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഞങ്ങളുടെ കുടുംബത്തിന്